പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു ഡബ്ബ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ഊർജ്ജസ്വലത ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ബോഡിയിൽ കണ്ടു എങ്കിൽ നിങ്ങൾ അടുത്ത ആളോടും പറയും എന്ത് കഴിച്ചോ ഭയങ്കര കരുത്താണ്. ഈ കരുത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില മനസ്സിലായില്ല കെമിക്കൽസ് വഴി ലഭിക്കുന്നതായിരിക്കും. അങ്ങനത്തെ കെമിക്കലുകൾ ഇതിൽ കൂട്ടിയിട്ടുണ്ടാവും. ആ കെമിക്കൽ നിങ്ങളുടെ ബോഡിയിൽ നേരെ എതിരായി പ്രവർത്തിക്കും. താൽക്കാലികമായ ഊർജ്ജസ്വലത നിങ്ങൾക്ക് തരുന്നത് ഉറപ്പിനെ, പക്ഷേ അതേ സമയത്ത് നിങ്ങൾക്ക് ബോഡിയിൽ ക്യാൻസർ ഉണ്ടാകാനും ട്യൂമർ ഉണ്ടാകാനും ഇത് കാരണമാവും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ കരുത്തിന്, അവൻ്റെ പേശിക്ക് കരുത്തുണ്ടാവാൻ, അതേപോലെ തന്നെ പുതിയ പുതിയ കോശങ്ങളുടെ പാച്ച് വർക്കുകൾ, പുതിയ കോശ നിർമ്മാണങ്ങൾ, ഇങ്ങനെ തുടങ്ങി മനുഷ്യന് കരുത്തുണ്ടാവാൻ, ഊർജ്ജസ്വലത, ഉള്ളിൽ കരുത്തുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം അയാളുടെ ബോഡിയിൽ, അയാളുടെ മുഖത്ത്, അയാളുടെ പ്രവർത്തനങ്ങൾ, ചലനങ്ങളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ബോഡിയിൽ ആവശ്യമായ പ്രോട്ടീൻ ലഭിച്ചിരിക്കണം എന്നാണ്. ഈ പ്രോട്ടീൻ ഉണ്ടായാൽ മാത്രമേ അയാൾക്ക് ഊർജ്ജസ്വലത, കരുത്ത്, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യന് ആവശ്യമായ സംഗതികൾ മുഴുവനും കൃത്യമായും അയാൾക്ക് ലഭിക്കണമെങ്കിൽ അയാൾക്ക് ആവശ്യമായ പ്രോട്ടീൻ അയാളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. ശരീരത്തിൻ്റെ വളർച്ച, പേശികളുടെ സംരക്ഷണം, കോശങ്ങളുടെ നന്നാക്കൽ, അതേപോലെ തന്നെ ഇതിനെല്ലാം പ്രോട്ടീൻ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ ഹോർമോണുകൾ അധികരിപ്പിക്കുക, അതേപോലെ തന്നെ എൻസൈമുകൾ പുതിയതായി ബോഡിക്ക് നൽകുക, ആവശ്യമായതെല്ലാം. അതേപോലെ തന്നെ ബോഡിയിലെ തേയ്മാനത്തെ പേച്ച് വർക്ക് ചെയ്യുക, ഇങ്ങനെ കോശങ്ങളുടെ പുനരുജ്ജീവനം ഉണ്ടായിരിക്കുക, മരിച്ചു പോകുന്ന കോശങ്ങളുടെ സ്ഥാനത്ത് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവുക, കേടായ ടിഷ്യൂകളെല്ലാം വേഗത്തിൽ അത് ഭേദമാക്കുക, ഇങ്ങനെ തുടങ്ങി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുക, നല്ല പ്രതിരോധ ശേഷി, കരുത്ത്, ഇതൊക്കെ ഉണ്ടാവാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് പ്രോട്ടീൻ.